ബഹ്റൈൻ ഇതാദ്യമായി വേദിയാകുന്ന ലോക ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ആദ്യം പറയാനുള്ളത്. ഡിസംബർ 15 വരെയാണ് ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പ് ബഹ്റൈനിൽ നടക്കുന്നത്. ബഹ്റൈൻ നാഷണൽ തിയേറ്റർ എതിർവശത്തുള്ള മൈതാനത്ത് വെച്ചാണ് ഇതിനായി പ്രത്യേകം വേദി സജ്ജമാക്കിയിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 114 രാജ്യങ്ങളിൽ നിന്നുള്ള 1000-ഓളം കായിക താരങ്ങൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യും. ബഹ്റൈനിൽ മാനുഷിക കാര്യങ്ങൾക്കും യുവജനക്ഷേമ കാര്യങ്ങൾക്കുമായിട്ടുള്ള ഹമദ് രാജാവിന്റെ പ്രതിനിധിയും സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാനുമായ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ബഹ്റൈൻ നാഷണൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട സംഘാടകർ. ഇവന്റിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കുമെന്നാണ് ബഹ്റൈൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വിഷൻ 2030 ഭാഗമായി അന്താരാഷ്ട്ര കായിക ഇവന്റുകളുടെ മുഖ്യ വേദിയാവുക, ശ്രദ്ധാകേന്ദ്രമാകുക എന്നുള്ള ലക്ഷ്യത്തോടെ ബഹ്റൈനെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ലോക ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ബഹ്റൈൻ വേദിയാകുന്നത് എന്നുള്ളൊരു കാര്യവും സംഘാടകർ അറിയിക്കുന്നുണ്ട്. ബഹ്റൈൻ എയർപോർട്ട് റോഡുകളുടെ വികസനത്തിന് നവീകരണത്തിന്റെ ഭാഗമായി 2 സ്മാരകങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നുണ്ട്. ഖലീഫ അൽ കബീർ അവന്യൂവിന്റെ ഓപ്പോസിറ്റിലുള്ള 50 വർഷത്തോളം പഴക്കമുള്ള വാട്ടർഫോൾ, അതുപോലെ തന്നെ ഫാൽക്കൺ സ്മാരകങ്ങളാണ് പൊളിച്ചു നീക്കുക എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എയർപോർട്ടിലേക്ക് മേൽപ്പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവ പൊളിച്ചു നീക്കുന്നത്. മൊഹറഖ് മുനിസിപ്പൽ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് ഐകകണ്ഠേനയാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. പ്രദേശവാസികൾക്കും സന്ദർശകർക്കും വീതി കൂടിയ പാതകൾ നിർമ്മിക്കുന്നതിന് ഈ സ്ഥലം പ്രയോജനപ്പെടുത്തുമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച 44 വിദേശ തൊഴിലാളികളെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാട് കടത്തിയതായി ബഹ്റൈൻ ലേബർ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നുണ്ട്. നവംബർ 24-നും 30-നും ഇടയിലായി വിവിധ ഗവർണറേറ്റുകളിൽ 1500-ൽ പരം പരിശോധനകൾ നടത്തിയതായും ലേബർ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. 20ഓളം സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളാണ് നടത്തിയത്. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 14 പരിശോധനകൾ നടന്നു. ഇത്തരത്തിലുള്ള തൊഴിൽ വിസ നിയമ ലംഘനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും ലേബർ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നതും ബഹ്റൈനിൽ നിന്ന് ഇന്ന് പങ്കുവയ്ക്കാനുണ്ട്.